ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗുമായിട്ടാണ്. അപ്പോൾ വിഷയം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കുറേ അധികം ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ്. ഞാൻ ഒത്തിരി അധികം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റുകളിലൊന്നാണ്. അപ്പോൾ സർപ്രൈസുകളിലൊന്നാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സർപ്രൈസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വലിയൊരു ഗിഫ്റ്റ്. അപ്പം നമ്മളതിലേക്ക് പോവാണ്. എന്താ പറയുക, നമ്മളതിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളപ്പം വണ്ടി എടുത്തു. അതായത് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലം എത്താറായി. അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാം, നമ്മൾ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. വേറൊന്നുമല്ല, എന്താ പറയുക, ഞാൻ പറയാം. അപ്പം ഇപ്പം സ്ഥലമെത്തും. നമ്മൾ വണ്ടി ഒതുക്കിയിട്ടു. നമ്മുടെ കാർ ഒതുക്കിയിട്ടു. അപ്പം ഞാൻ പറഞ്ഞ സർപ്രൈസ് ഇതാണ്. അപ്പം നമ്മൾ ഹോണ്ടയുടെ ഷോറൂമിൽ വന്നു. നമ്മൾ വണ്ടി നോക്കുവാണ്. നമ്മൾ വണ്ടിയൊക്കെ നോക്കി നേരത്തെ വെച്ചിരുന്നു. നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ കൈകളിലേക്ക് കിട്ടും. അപ്പം ഞാനൊരു സ്കൂട്ടി എടുത്തു. ഞാനല്ല എടുത്തത്, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങി തന്നതാണ്. അപ്പോൾ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കിത് കിട്ടിയത്, എനിക്ക് വാങ്ങി തന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നീട്ടി വലിച്ച് പറഞ്ഞാൽ ഒരുപാടങ്ങ് പോകും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഞാൻ 2ാം ക്ലാസ് മുതൽ ആഗ്രഹിച്ചതാണ് എനിക്കൊരു സ്കൂട്ടി വേണമെന്ന് സ്വന്തമായിട്ട്. കാരണം 2ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്. സൈക്കിൾ സ്വന്തമായിട്ട് എൻ്റെ അച്ഛൻ എനിക്ക് മേടിച്ച് തന്നത്. അതും എനിക്കൊരു സർപ്രൈസായിരുന്നു. ഞാൻ സ്കൂൾ വിട്ട് വന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു സൈക്കിളും കുറേ കുട്ടികളിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നതുമാണ് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങനെ അന്ന് ആദ്യമായിട്ട് സൈക്കിൾ കിട്ടി. സൈക്കിൾ പഠിച്ചു. 1 മാസം കൊണ്ട് തന്നെ, 1 മാസത്തിന് മുന്നേ തന്നെ ഒരു എക്സ്ട്രാ വീൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു 4, 5 ദിവസം കൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റി. പക്ഷേ 1 മാസം കൊണ്ട് ആണ് നന്നായിട്ട് പഠിച്ചത്. അങ്ങനെ പഠിച്ചു. അങ്ങനെ എന്താ ഇതിന് ഒരു സ്റ്റോറി തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നീട്ടി വലിച്ച് പറയുന്നത്. അപ്പോൾ അങ്ങനെ അന്ന് തൊട്ട് എൻ്റെ അച്ഛൻ പറയുന്നതാണ്, 10ൽ ചെല്ലുമ്പോൾ 10ാം ക്ലാസ് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മേടിച്ച് തരാമെന്ന്. 10ാം ക്ലാസ് ജയിക്കുകയൊക്കെ ചെയ്തു. എന്നാലും സ്കൂട്ടി എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം എനിക്ക് വേറൊന്നുമല്ല, 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് കൊണ്ട് നമുക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, എൻ്റെ കയ്യിലെ പ്രോബ്ലംസ് തന്നെയാണ്. എൻ്റെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണ് അത് മേടിക്കാതായത്. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്ക് പാലിച്ചേനെ, മേടിച്ച് തന്നേനെ. പിന്നെ 10ാം ക്ലാസ് ആയാലും നമുക്ക് ഓടിക്കാൻ ലൈസൻസ് ഇല്ലല്ലോ. എന്നാലും പക്ഷെ 10ൽ ചെല്ലുമ്പോൾ തന്നെ മേടിച്ച് തന്നേനെ. പ്ലാനൊക്കെ ഇട്ടതാണ്, പക്ഷെ മേടിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു. +2 ആയപ്പോൾ തന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞു. അങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴാണ് ഈ സംഭവം, അതായത് ഇപ്പോൾ ഈ എടുക്കുന്ന സ്കൂട്ടി 5 വർഷം, 5 അല്ല, 7 വർഷമൊക്കെ കഴിഞ്ഞു. 7 വർഷമൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ എൻ്റെ കൈകളിലേക്ക് എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വാങ്ങിച്ചു തരുന്നത്. ഇതെടുക്കാനായിട്ടുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എനിക്ക് സ്കൂട്ടി എടുത്ത് തരില്ല എന്ന് വെച്ചിരുന്ന ഒരാളാണ്. കാരണം വേറൊന്നുമല്ല, നമുക്ക് കാറുണ്ട്, ഓൾറെഡി ഒരു കാറുണ്ട്. അപ്പോൾ അത് പോരെ, അതിൻ്റെ അത്യാവശ്യമല്ലേ ഉള്ളൂ. നമുക്ക് ശരിയാണ്, നമുക്ക് അത്ര അതിൻ്റെ ഒരാവശ്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ സ്കൂട്ടി രണ്ടാമത് ഒരു വണ്ടിയുടെ ഒരു ആവശ്യകത ഇല്ല. നമുക്ക് ലൈഫിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. എങ്കിൽ കൂടി എനിക്കിത് വാങ്ങിച്ച് തരാനായിട്ട് ഒരു മെയിൻ കാരണമുണ്ട്. നമുക്കൊക്കെ ഈ ഫീലിങ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിങ്സ് ആണല്ലോ. ഫീലിങ്സ് എന്ന് പറയുമ്പോഴേ നമുക്കതൊരു ഇമോഷണൽ ഫീലിങ്സ് ആണെങ്കിൽ പിന്നെ പറയും കൂടെ വേണ്ട. അപ്പം വേറൊന്നുമല്ല, എൻ്റെ വീട്ടിൽ എനിക്ക് സ്കൂട്ടി, എനിക്കല്ല, എൻ്റെ അനിയത്തിക്ക് സ്കൂട്ടി എടുത്തു. അപ്പം അവൾക്ക് സ്കൂട്ടി എടുത്തു. ഇപ്പോൾ അവൾക്ക് സ്കൂട്ടി എടുത്തിട്ട് 3 വർഷമായി. ഇപ്പം ഈ ഇടക്കാലത്താണ് നമ്മുടെ വീട്ടിലേക്ക്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വഴി കിട്ടിയത്. അപ്പം അതുവരെ വഴിയില്ലായിരുന്നു. അപ്പം വണ്ടി വരുന്ന ഒരു വഴിയില്ലായിരുന്നു. അപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ വഴി വന്നു. 2 മാസമായി വഴി വന്നിട്ട്. അപ്പം വഴി വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു വിഷുവിൻ്റെ അന്ന് നമ്മൾ വിഷുവിന് ചെന്നപ്പോൾ സ്കൂട്ടി തരാമോ, ഞാൻ ഓടിക്കുമായിരുന്നു, ഞാൻ വീട്ടിലത്തെ സ്കൂട്ടി ഓടിക്കുമായിരുന്നു. കാര്യം എൻ്റെ അനിയത്തിക്ക് എടുത്താണെന്ന് പറഞ്ഞാൽ നമുക്കും കൂടെ, എനിക്കാന്നും കൂടെ പറയുമായിരുന്നു അച്ഛൻ. എന്നാൽ പോലും എൻ്റെ വീട്ടിലേക്ക് തന്നൊന്നും വിടത്തില്ലായിരുന്നു. അങ്ങനെ സ്കൂട്ടി ഞാൻ ചോദിച്ചപ്പം, ഞാൻ ചുമ്മാ വെറുതെ ചോദിച്ചതാണ്. അച്ഛൻ ഞാൻ സ്കൂട്ടി എടുത്തോട്ടെ, കൊണ്ടുപോക്കട്ടെ, ഒരാഴ്ച ഞാൻ കൊണ്ടുപോയിട്ട് തരാം, അല്ലെ 2 ദിവസമെങ്കിലും കൊണ്ടുപോയിട്ട് തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട, അത് വേണ്ട, അതെൻ്റെ കൊച്ചിനെടുത്ത സ്കൂട്ടിയാണ്, അതെൻ്റെ കൊച്ചിൻ്റെ സ്കൂട്ടിയാണ്, കൊച്ച് വന്നിട്ട് നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി. അപ്പം ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, അച്ഛൻ തമാശയുടെ രീതി പറഞ്ഞതായിരിക്കും. എന്നാലും തമാശയല്ല, എനിക്ക് തന്നു വിട്ടില്ല.
അപ്പോൾ അച്ചു പറഞ്ഞു നിനക്ക് ലൈസൻസ് ഇല്ലല്ലോ, എനിക്ക് ലൈസൻസ് ഇല്ല, എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തെന്ന് വെച്ചാൽ ലേണേഴ്സ് എടുത്തു. അപ്പോൾ എനിക്ക് തന്നു വിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ഭയങ്കര വിഷമമായി എന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായി. അപ്പം എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഇങ്ങനെ തൂണിച്ചാരി നിൽക്കുമായിരുന്നു സിറ്റ് ഔട്ടിൻ്റെ. അപ്പം പുള്ളി എൻ്റെ മുഖം പോകുന്നത്, എൻ്റെ ഫേസ് മാറുന്നതും ഫേസ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നതൊക്കെ പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ പിറ്റേ ദിവസം ഞങ്ങൾ അവിടുന്ന് തന്നെ പോയി, സാരമില്ല എന്ന് പറഞ്ഞ് എൻ്റെ കണ്ണ് നിറയുന്നതൊക്കെ പുള്ളി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി, വീട്ടിൽ തിരിച്ചു പോയി. അപ്പം അവരുടെ മുമ്പ് വെച്ച് ഞാൻ കരഞ്ഞില്ലെങ്കിലും എൻ്റെ മനസ്സിൽ നന്നായിട്ട് നീറുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ എൻ്റെ മനസ്സ് സത്യം പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം പുള്ളി അത് പിറ്റേ ദിവസം തന്നെ എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് അത് മേടിച്ച് തന്നത്. മേടിച്ചതെന്ന് വെച്ചാൽ അത് ബുക്ക് ചെയ്തത്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ എനിക്കത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ പോട്ടെ. എന്നെ പിറ്റേ ദിവസം തന്നെ അത് വിളിച്ച് ഏർപ്പാടാക്കി ബുക്ക് ചെയ്ത് എന്താ പറയുക, അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അങ്ങനെ നമ്മൾ പോയി ബുക്ക് ചെയ്തു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ അപ്പനോട് പോയി പണി നോക്കാൻ പറ, നിനക്ക് പുതിയ സ്കൂട്ടി ഞാൻ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ നമ്മൾ പോകുന്നു, എടുക്കുന്നു, കാണുന്നു. കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ചു. ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ പോകുന്നു, എടുക്കുന്നു. പിന്നെ പോകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ട വീഡിയോ. അപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്നെ ഒരു ചേട്ടനെ കൂട്ടിയിട്ടാണ് പോയത്. ആ ചേട്ടൻ എല്ലാം നോക്കി, ഒരു വർക്ക്ഷോപ്പുകാരനായിരുന്നു. ആ ചേട്ടൻ എല്ലാം നോക്കി കണ്ടു. പിന്നെ വർക്ക്ഷോപ്പുകാരനെ കൂട്ടിയിട്ട് പോയി. നമ്മൾ ആദ്യം സെക്കൻഡ് എടുക്കാന്നുള്ള രീതിയിലൊക്കെയാണ് എന്നെ ചേട്ടായി കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷേ അതല്ലായിരുന്നു. അതിന് മുന്നേ തന്നെ പുതിയത് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ബുക്ക് ചെയ്തു. അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ അടുത്തുള്ള അമ്പലത്തിൽ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ വെച്ച് അമ്പലത്തിൽ ചെന്ന് നമ്മൾ പൂജിച്ചു. പിന്നെ ഞാനാണ് ഈ കയറിയിരുന്ന് ഓടിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടെ വന്നു. അതിൻ്റെ സന്തോഷം ആണ് നിങ്ങൾ ഈ കാണുന്നത്.